നമസ്കാരം. എന്താണ് ഹിന്ദു? ആരാണ് ഹിന്ദു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഹിന്ദുവിനോട് ചോദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ചിലത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടി വരും എന്ന് പറയപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമുണ്ട്. നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് എന്ന്. നമ്മൾ ജനിച്ചു വീണപ്പോൾ നമുക്കറിയാം, മാതാപിതാക്കൾ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നു. ദൈവം സാക്ഷിയാക്കി കുളിപ്പിച്ചെടുക്കുന്നു. ദീപം സാക്ഷിയായി 28-ന് പേര് വിളിച്ച് ഉണർത്തുന്നു. പിന്നെ ദൈവം സാക്ഷിയായിട്ട് തന്നെ ചോറൂണുണ്ടാകുന്നു. ദൈവസന്നിധിയിൽ നാവിൽ ആദ്യാക്ഷരം എഴുതി ചേർക്കുന്നു. ഒരു ജനനം മുതലുള്ള കണക്കുകളാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പുസ്തകങ്ങളെ ദൈവമെന്ന് വിളിക്കാൻ പറഞ്ഞു. അതിനെ പൂജിക്കാൻ പഠിപ്പിച്ചു. അത് സംസ്കാരം. വിദ്യാലയങ്ങളെ ദേവാലയങ്ങളായി കാണുവാൻ പഠിപ്പിച്ചതും സംസ്കാരം. വിദ്യയാണ് ഏറ്റവും വലിയ ധനമെന്ന് പഠിപ്പിച്ചതും സംസ്കാരം. അങ്ങനെ അധ്യാപകരെ ബഹുമാനിക്കുവാൻ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു സംഭവത്തിലേക്കും എത്തുന്നു. മുതിർന്നവരെ ചവിട്ടിയാൽ തൊട്ടുനെറ്റിയിൽ വയ്ക്കാൻ പഠിപ്പിച്ച ശീലമുണ്ടാക്കിയ ഹിന്ദുധർമ്മം. മാതാവും പിതാവും ഗുരുവും പ്രത്യക്ഷ ദൈവങ്ങളെന്ന് പറഞ്ഞു തന്ന ഏറ്റവും വലിയ സത്യം. മുതിർന്നപ്പോൾ സ്വന്തം കർമ്മമാണ് ഈശ്വരനെന്ന് പറഞ്ഞു തന്ന വേദം. സ്വർഗത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തന്നു. നരകവും സ്വർഗവും തീർക്കുന്നത് അവരവരുടെ കർമ്മങ്ങളാണ് എന്ന്, മനസ്സാണ് അതിന് കാരണമെന്നും പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ഹിന്ദുധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ആദ്യമായി കുടുംബത്തിൽപ്പെട്ടവരുടെ ഒക്കെ മരണത്തിന് സാക്ഷിയായി നിന്നപ്പോൾ അവിടെയും ദീപവും മന്ത്രവും ദൈവവും സാക്ഷിയായി നിന്നു. നമ്മൾ കാഴ്ചക്കാരായി നിന്നു. പിന്നെ ബലിക്കാക്കൾക്ക് ബലിചോറ് നൽകുമ്പോൾ ആ ബലിചോറ് നൽകുന്നതിൽ നമ്മൾ സാക്ഷിയാകുന്നു. എന്താണ് അത് എന്ന് ഒരു വട്ടം നമ്മൾ ചോദിച്ചു നോക്കുന്നു. എൻ്റെ പിൻതലമുറകളെ സ്മരിക്കാൻ ഒരു ദിവസം എന്ന് പറഞ്ഞു തന്നതും വലിയ കണക്ക്. ആഡംബരം ചൊല്ലി ആഘോഷിച്ച് ഫ്രണ്ട്ഷിപ്പ് ഡേയും വാലന്റൈൻസ് ഡേയും ഒക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ, ഇവയുൾപ്പെടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പരിഷ്കാരി കണ്ടെത്തിയ മറ്റേതൊരു വിദേശ ആഘോഷങ്ങൾക്കും അപ്പുറമാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അതിനൊക്കെ മുകളിലായിരുന്നു എൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ് ക്ഷേത്രത്തിൽ കയറിയപ്പോൾ വാൽക്കണ്ണാടി പ്രതിഷ്ഠ ഉണ്ടാകുന്നു. എന്നെ ചൂണ്ടി നീയാണ് ദൈവമെന്ന് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നു. ദൈവവും അതിനാൽ നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു തരുന്നു. നടക്കുന്നവർക്ക് മുന്നിൽ നന്മയുള്ള മനസ്സിലാണ് ദൈവമെന്ന് മനസ്സിലാക്കുവാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നു. ചുറ്റുമുള്ള ഓരോ വസ്തുവും ദൈവമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന വലിയ ധർമ്മം നമ്മളെ വീണ്ടും വീണ്ടും ഉയർത്തി ചിന്തിക്കുവാൻ ശ്രമിക്കുന്നു. നെഞ്ചുയർത്തി നടക്കാൻ പഠിപ്പിക്കുന്നു. ഏകദൈവമായിട്ടുള്ള പരബ്രഹ്മവും 33 കോടി ദേവതകളും എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇടത്തേക്ക് ഞാൻ നടന്നെടുക്കുന്നു. എൻ്റെ മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ബന്ധനസ്ഥനായല്ല എന്ന് കാണിച്ചു തരുന്ന വലിയ സത്യത്തിലേക്ക് നടന്നെടുക്കുന്നു. മതം ഇതുവരെ നിർബന്ധമായി ഒന്നും ചെയ്യാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. എന്നെ മതം പേടിപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നു. എൻ്റെ മാർഗം എന്നോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു തരുന്നു. കാലത്തിനും യുക്തിക്കും ശാസ്ത്രത്തിനും പ്രായോഗികത്തിനും നിരക്കാത്ത അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിഴുതെറിയുവാൻ എനിക്കായത് ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് ഹിന്ദുധർമ്മം, അതാണ് ഹിന്ദു. അതുകൊണ്ടാവാം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ രാജ്യം കാണേണ്ടി വന്നത് എന്നുള്ള സത്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയട്ടെ. ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞതാണ് മതം മാറ്റൽ മതദൗത്യമാക്കിയ മതേതര മൂടുപടം. അത്തരത്തിൽ മതേതര മൂടുപടമിട്ടവർക്ക് എന്നിലെ വർഗീയതയായി തോന്നിയതെങ്കിൽ അതെൻ്റെ സംസ്കാരമാണ്. അന്യമതവിശ്വാസികളെ പാപികളെന്നും അവിശ്വാസികളെന്നും വിളിക്കുന്ന സംസ്കാരം ഈ ഭാരതത്തിൻ്റെതല്ല, അത് ഈ ഭാരതം ആക്രമിച്ചവരുടേതാണ് എന്ന് പറയേണ്ടി വരുന്നു. എൻ്റെ ആചാരങ്ങളാണ്. എൻ്റെ ആചാരങ്ങളെ നശിപ്പിക്കുന്നതാണ് മതേതരത്വമെന്ന് കരുതുന്നവർക്ക് വർഗീയതയായി തോന്നിയതെങ്കിൽ അതെൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരങ്ങളായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. മഹത്തായ എൻ്റെ ഭാരത സംസ്കാരമുണ്ടല്ലോ, ആ ഭാരത സംസ്കാരത്തെക്കുറിച്ച് എനിക്കെന്നും അഭിമാനമായിരുന്നു. കാരണം വ്യാസനും വാൽമീകിയും കാളിദാസനും മഹിമനുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവരോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ മമ്മടനും മഹിമഭട്ടനും ദാസനും ഭാസനുമൊക്കെ. മാത്രമല്ല, ഭാമകനുമൊക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ സംസ്കാരത്തെ ഊട്ടി വളർത്തിയ അത്രയും വലിയ സംസ്കാരമുള്ള ഭാരത സംസ്കാരത്തെക്കുറിച്ച്, നാരദൻ പകർന്നു നൽകിയ സംഗീതത്തെക്കുറിച്ച്, ധന്വന്തിരിയും നാഗാർജുന മഹർഷിയും നമുക്ക് നൽകിയ ആയുർവേദ ശാസ്ത്രവിധികളെക്കുറിച്ച്, പതഞ്ജലി മഹർഷി ഭാരതത്തിന് നൽകിയ യോഗസൂത്രത്തെക്കുറിച്ച്, ഭരദ്വാജ് മഹർഷി ലോകത്തിന് നൽകിയ വിമാന വൈജ്ഞാനികതയെക്കുറിച്ച്, മാധവാചാര്യൻ പൂജ്യമുൾപ്പെടെ ഗണിതശാസ്ത്രത്തിന് നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ച്, വേദങ്ങളിലെ ഗണിതമെന്ന് പറയപ്പെടുന്നത് കൂട്ടിവായിക്കാൻ പഠിപ്പിച്ചതിനെക്കുറിച്ച്, കടവയാതി ഗണിതശൈലി അടക്കമുള്ള അങ്ങനെ എത്ര 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 മഹത്തരമായ സംഭാവനകൾ ഈ ഭാരതത്തിന് ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അഹം വന്ദേ മഹാഭാരതം എന്ന് പറയപ്പെടുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുമെന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട്
തൻ്റെ പൂർവികരെക്കുറിച്ച് തനിക്ക് അഭിമാനമാണ് എന്ന് പറയേണ്ടി വരുന്ന സംസ്കാരത്തെക്കുറിച്ച്. ലോകം മുഴുവനും ജൂതന്മാരെ ആക്രമിച്ചപ്പോഴും എൻ്റെ മഹത്തായ രാജ്യം മാത്രമേ അവർക്കിടം നൽകിയിട്ടുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്നും എനിക്ക് കാണാം ഇസ്രയേലി ജനത നന്ദിയോടെ അത് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് ഹിന്ദു ജനതയെക്കുറിച്ച്, ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച്. അതെനിക്ക് അഭിമാനമാണ് എന്ന് നമുക്ക് പറയാം. കാരണം അതാണ് എൻ്റെ രാജ്യം, ആ രാജ്യത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറയപ്പെടേണ്ടി വരുന്നു. ചില പ്രത്യയശാസ്ത്രക്കാരുടെ വാളോങ്ങിയ പടയോട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നും ജീവനും കൊണ്ട് പലായനം ചെയ്ത് ഇവിടേക്ക് വന്ന പാഴ്സി സഹോദരന്മാരെയും ജൂതന്മാരെയും ഞങ്ങളിൽ ഒരാളായി കണ്ട് നമ്മളോടൊപ്പം ചേർത്ത് ഇവിടം ഇടമാക്കി നൽകി സംരക്ഷിച്ചതും ഭാരതം ആക്രമിച്ച ചില അന്യമതസ്ഥർക്ക് പോലും ഇവിടെ ഇടം കൊടുത്തത് അവരുടെ മതം എൻ്റെ ഭാരതത്തിൽ സ്ഥാപിക്കുവാനും എൻ്റെ ഭാരതത്തെ മതവൽക്കരിക്കുവാനും മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കുവാനുമല്ല. ഇവിടെ ഈ ഭാരതത്തിൽ അവനവൻ്റെ വിശ്വാസങ്ങളായി ആ ഭാരതത്തെ നശിപ്പിക്കാതെ സ്വയം ജീവിക്കുവാൻ വേണ്ടിയാണ് ഫലവൃക്ഷമായാലും കൂരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിക്കളയണമെന്ന ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും. എന്നാണോ ഭാരതത്തിന് ദോഷമായി ആ ഭാരതീയ വാദക്കാർ മാറുന്നത് അന്ന് വരെ മാത്രമേ ഹിന്ദുവിൻ്റെ സഹിഷ്ണുത ഉണ്ടാകൂ. ആ അസഹിഷ്ണുതകളോട് സഹിഷ്ണുത കാണിക്കുന്നത് പോലും അധർമ്മമാണ് എന്ന് പറയേണ്ടി വരും. കടന്നു വന്ന എല്ലാ മതവിശ്വാസങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുകയാണെന്ന് പറയുകയാണ് ഹിന്ദുധർമ്മം. കാരണം എല്ലാ വിശ്വാസങ്ങളും പരമമായ ഏകസത്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന ഞങ്ങളുടെ തിരിച്ചറിവ് അതുകൊണ്ടാണ് എന്നും നമുക്കും അറിയാം ഇത് എൻ്റെ മതം പഠിപ്പിച്ച സഹിഷ്ണുത കാരണമാണ് നിലനിൽക്കുന്നത് എന്നും പലരും അത് മുതലെടുത്തിട്ടുണ്ട് എന്നും ഉള്ളതൊക്കെ സത്യമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ എങ്കിലും നമ്മളൊന്ന് പറയട്ടെ അഭിമാനത്തോടെ, ഞാൻ ഹിന്ദുവാണ് എന്ന്. ആ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ധർമ്മം എൻ്റേതാണ് എന്ന് പിന്നെയും പിന്നെയും എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തുവാനില്ലാത്തത് കൊണ്ട്, കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രീതിപ്പെടുത്തൽ ആവശ്യമില്ലാതെ വരുന്നതെന്നും പ്രീതിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒന്നും നേടാൻ ആഗ്രഹിച്ചിട്ടില്ല ഹിന്ദു എന്നുള്ളതുകൊണ്ട് ഹിന്ദുമതം അത്തരമൊരു നിഷ്കർഷ വച്ചിട്ടുമില്ല. മറ്റുള്ളവരെ എൻ്റെ വിശ്വാസത്തിലേക്ക് പ്രലോഭിപ്പിച്ചോ ബലമായോ കൊണ്ടുവരുവാൻ പോലും എൻ്റെ മതം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് ഈ ഭാരതത്തിൽ മതേതരത്വം എന്ന വാക്കുച്ചരിക്കാൻ അവകാശമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ ആഘോഷങ്ങളാണ്. അഭാരതീയരായ വിശ്വാസികളുടെ പ്രശ്നമെങ്കിൽ തല ഉയർത്തി തന്നെ പറയും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആഘോഷങ്ങളും ഇവിടെ എൻ്റെ ഈ ഭാരതത്തിലാണുള്ളത് എന്ന്. എന്നാലും മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു. അവരുടെ ആഘോഷങ്ങളുടെ അപഹാസിക്കത്തോളം കാലം, അവരെത്ര കാലത്തോളം നമ്മളെ അപഹസിക്കാതിരിക്കുന്നു അത്രത്തോളം കാലം എന്തും തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ചൊല്ലുന്ന മന്ത്രം ഒന്ന് മാത്രമാണ്, ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമായിരിക്കും എന്ന് പറയട്ടെ. കാരണം ഞാൻ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം എന്നെയും രക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ഹിന്ദുവായി തന്നെ തുടരുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടാകുന്നു. ഇങ്ങനെ ഓരോ ഹിന്ദുവും അവൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഹിന്ദുധർമ്മത്തെ, ഹിന്ദു സംസ്കാരത്തെ, ഹിന്ദു സംവിധാനങ്ങളെയൊക്കെ ഒരേ മനസ്സോടുകൂടി ഏകദൈവ വിശ്വാസത്തോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് പറയുന്നിടത്താണ് ഹിന്ദു സംസ്കാരം ഉണർത്തെണീക്കുന്നത്. അല്ലാതെ മതത്തെ മാറ്റുവാനോ മതത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാനോ മറ്റു മതസ്ഥരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവന്ന് ആ മതക്കാരെ മതം മാറ്റം നടത്തുന്നതിനോ ശ്രമിക്കുന്ന ഒരു സംസ്കാരമല്ല ഹിന്ദുവിൻ്റേതെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയപ്പെടുന്ന ഇടം അത് ഭാരതമാണ്, അത് ഹിന്ദു ഭൂമിയാണ് എന്ന് പറയേണ്ടി വരുന്നു. അവിടെ ഹിന്ദുക്കളുടെ സംസ്കാരം എന്ന് പറയപ്പെടുന്നത് ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു മതമല്ലാതായി മാറുന്നു, അതൊരു സംസ്കാരമാണ് എന്ന് തിരിച്ചറിയുക.